അവർ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്ത് ഒരു ചുമ കേട്ടത്. അപ്പോൾ ആ വീട്ടിലെ ചേട്ടൻ ചോദിച്ചു, ആരാ? അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ പിന്നെയും ചോദിച്ചു, ആരാണ്? അന്നേരം ഞാനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആരാ? ആര്? ആര് ഞാൻ എന്ന് അദ്ദേഹം ചോദിച്ചു. ഇതിന് തുല്യമായി ആര്, ആരാ, ആരാണ്. ഹിന്ദിയിൽ കോൻ, കോൻ ഹേ, കോൻ ഹോ തോ സന്ദർഭത്തിനായി യോജിച്ചത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അകത്തിരിക്കുന്നവർ ഒരു മനുഷ്യ ശബ്ദം കേട്ടാൽ ചോദിക്കും കോൻ അല്ലെങ്കിൽ കോൻ ഹേ, ആര്, ആരാണ്. എന്നിട്ടും മിണ്ടുന്നില്ലെങ്കിൽ കോൻ ഹേ തോ, ആരാണ്, ആരാണിത് എന്നുള്ള അർത്ഥത്തിലും ചോദിക്കും. പലരുടെ തല പെട്ടെന്ന് ചൂടാകുമ്പോൾ അവർ തിരിച്ച് ചോദിക്കാറുണ്ട് ഹേ കോൻ. അങ്ങനെ ഒരു രീതി മലയാളത്തിൽ പൊതുവെ ഇല്ല. കോൻ അല്ലെങ്കിൽ കോൻ ഹേ മതിയല്ലോ. അധികം പരിചയമില്ലാത്ത ഒരു ശബ്ദം ഞാനാണ് എന്ന് പറഞ്ഞാൽ കേൾക്കുന്നയാൾ എന്തു മനസ്സിലാക്കും? അധികം പരിചയമില്ലാത്ത ഒരു ശബ്ദത്തിൽ ഞാനാണ് എന്ന് പറഞ്ഞാൽ ആ കേൾക്കുന്നയാൾ എന്തു മനസ്സിലാക്കും? അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ചിലരെ ഊഹിച്ചു പറയും. അപ്പോൾ വീട്ടിൽ നിന്ന് ചേട്ടത്തി ആ പി ആയിരിക്കുമേ എന്ന് പറഞ്ഞു. പുറത്ത് നിൽക്കുന്ന ഒരാൾ, അധികം പരിചയമില്ലാത്ത ഒരാൾ ഞാനാണ് എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവരെന്തു മനസ്സിലാക്കും? അതൊരു ചെറിയ ചിന്താക്കുഴപ്പത്തിലാകും. അപ്പോൾ കേൾക്കുന്ന മറ്റുള്ളവർ ചിലരൊക്കെ ഊഹിച്ച് പറയാറുണ്ട്. അപ്പോൾ ചേട്ടത്തി വീട്ടിനകത്ത് നിന്നുകൊണ്ട് അതാ പി ആയിരിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ കോൻ, ആര്? ചിലപ്പോൾ പി ആണെന്നാണ് എനിക്ക് തോന്നിയത് എന്ന് പറയും. അപ്പോൾ പരിചയമില്ലാത്ത ഒരു ശബ്ദം കേട്ടപ്പോൾ ചേട്ടൻ ചോദിച്ചു കോൻ ഹേ, ആരാണ്? കോൻ ഹേ തോ. എന്നാൽ വീട്ടിനുള്ളിൽ ചേട്ടത്തിയോട് ചോദിക്കുമ്പോൾ വെറുതെ സിമ്പിളായിട്ട് കോൻ, ആരാ എന്നുള്ള അർത്ഥത്തിൽ ചോദിക്കുന്നു. അപ്പോൾ ഇങ്ങനെ പല വിധത്തിൽ സന്ദർഭമനുസരിച്ച് കോൻ, കോൻ ഹേ, കോൻ ഹോ തോ ചോദിച്ച് ആരാണ് എന്നറിയുവാൻ, ഹിന്ദിയിൽ ചോദിച്ചറിയുവാൻ കഴിയും. എപ്പോഴാണ് രണ്ട് കോൻ പറയുന്നത്? ഒരച്ഛൻ മക്കളോട്, പിള്ളേരെ നോക്കിന്ന് മേളയാണ്, ഇന്ന് ഉത്സവമാണ്, ആരൊക്കെ പോകുന്നുണ്ട്, ആരൊക്കെ പോകാൻ തയ്യാറാണ്? കോൻ കോൻ ജായേഗ, ആജ് മേള ഹെ, കോൻ കോൻ ജായേഗ. അപ്പോൾ അച്ഛനറിയാം മക്കള് പലരല്ലേ, അവിടെ നല്ല രസമുള്ള പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട്, മേള അല്ലെങ്കിൽ ഉത്സവം ഒരു രസമുള്ള കാര്യമായതുകൊണ്ട് എല്ലാ പിള്ളേരും പോകാൻ തയ്യാറാകും. അതുകൊണ്ടാണ് കോൻ കോൻ എന്ന് ചോദിച്ചത്. ഒരു മകനോ അല്ലെ ഒരു മകളോ ഒരു കുഞ്ഞോ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അദ്ദേഹം ചോദിക്കുമായിരുന്നു കോൻ ജായേഗ, അല്ലെങ്കിൽ കോൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും കൂടെ അങ്ങ് പോയാൽ മതിയല്ലോ. അപ്പോൾ ഒന്നാണെങ്കിൽ കോൻ, പിന്നെ അങ്ങോട്ട് എത്ര ആയാലും കോൻ കോൻ പറയാം. കോനായ ആര് വന്നു, കോൻ കോനായ ആരൊക്കെ വന്നു. ഇനിയും ഈ കോനെന്ന ശബ്ദം, ഈ വാക്ക് വസ്തുക്കൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങൾക്ക് വേണ്ടിയോ സ്ഥലങ്ങൾക്ക് വേണ്ടിയോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുമോ? പറയുന്നവരുണ്ട്. കോൻ കോൻ സ കിതാബ് ഹെ, പുസ്തകം ഏതൊക്കെയാണ് എന്നുള്ള അർത്ഥത്തിൽ. പക്ഷേ കോൻ കോൻ എന്നുള്ളതിനേക്കാൾ കൂടുതൽ നല്ലത് കോൻ സി ആണ്. കോൻ സി വസ്തുക്കൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ കോൻ സി പറയാം. ഉസ് മേജ് പർ കോൻ സി കിതാബ് രഖാ ഹുവാ ഹെ, ആ മേശയിൽ, മേശപ്പുറത്ത് ഏതൊക്കെ പുസ്തകമാണ്, അല്ലെ ഏത് പുസ്തകമാണ് വച്ചിരിക്കുന്നത്. അങ്ങനെ കോൻ സി പറയാം. സ്ത്രീലിംഗത്തിൽ പറയുമ്പോൾ സി ഇയുടെ ഉച്ചാരണമാണെങ്കിൽ സ, കോൻ സ, ആ, കോൻ സ അങ്ങനെയും പറയുന്നുണ്ട്. കോൻ സി, കോൻ സ. ഇതൊക്കെ ചോദിക്കുമ്പോൾ കോൻ കോൻ സ ചേർത്ത് ചോദിക്കുന്നു.
ഇനി സ്വയമായി പറയുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ പേര് പറയാതെ ആ സ്ഥാനത്ത് കോൻ ചേർത്ത് പറയാറുണ്ട്. എനിക്കറിയാം ഇന്നലെ സിയുടെ വീട്ടിൽ ആരാ പോയതെന്ന്. मैं जानता हूँ कि कल सी के घर पे कौन गया. അപ്പോൾ ഈ കോൻ ആരാണ്? അത് മറ്റാരുമല്ല, ഡി ആയിരുന്നു. അപ്പോൾ ആരാണ് ഈ കോൻ? അത് ഡി പറഞ്ഞില്ല, അത് കെ ആയിരുന്നു. ആ പി ചുമച്ചത് കൊണ്ടല്ല കോൻ ഹേ എന്ന് ചോദിച്ചത്, ആരാണെന്ന് അറിയാൻ വേണ്ടിയാണ് ചോദിച്ചത്. ചിലരാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റു ചിലരൊക്കെ ആണെങ്കിൽ ബെല്ലടിക്കുകയോ വിളിക്കുകയോ ഒക്കെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോഴും അതുതന്നെ ആയിരിക്കും ചോദിക്കുന്നത്. അതുപോലെ പഠിക്കാത്ത, ഹോംവർക്കൊക്കെ സമയത്ത് ചെയ്യാത്ത ഒരു ചെറുക്കന് പെട്ടെന്നൊരു മാറ്റമുണ്ടായി. ഹോംവർക്കൊക്കെ ചെയ്തുകൊണ്ട് വരാൻ തുടങ്ങി. അപ്പോൾ അവൻ്റെ കൂട്ടുകാരൻ ചോദിച്ചു, ആരാ നിന്നെ സഹായിക്കുന്നതെന്ന്. അപ്പോൾ കോൻ തുമേ മദത് കർത്താ എന്ന് ഹിന്ദിയിൽ ചോദിച്ചു. അപ്പോൾ ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടും ഒക്കെ ആരാണ് സഹായിക്കുന്നത് എന്ന് ചോദിച്ചറിയാനും കോന് ചേർത്ത് ചോദിക്കും. അപ്പോൾ അങ്ങനെ കോൻ എന്ന വാക്ക് പല വിധത്തിലാണ്, പല രീതിയിലാണ്, പല സന്ദർഭത്തിലാണ് ചോദിക്കുന്നത്. ചിലപ്പോൾ കോനായിരിക്കാം, കോൻ ഹേ ആയിരിക്കാം, അല്ല കോൻ ഹേത്തു ആയിരിക്കാം. എന്തെങ്കിലും സാധനം കിട്ടിയെങ്കിൽ അത് ആരാണ് തന്നതെന്ന് ചോദിച്ചറിയാനും കോൻ ഉപയോഗിക്കും. കോൻ ദിയ, ആര് തന്നു. കോൻ ദേഗ, ആര് തരും. കോൻ ദേത്ത, ആര് ഒരു സാധനം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നതോടുള്ള ബന്ധത്തിലും ആരാണെന്ന് ചോദിച്ചറിയാൻ വേണ്ടി കോൻ ഉപയോഗിക്കുന്നു. ഇപ്പോൾ അപരിചിതരെ ചോദിച്ചറിയാനായി കോൻ, സഹായിച്ചവരാരാണെന്നറിയാൻ കോൻ, എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് എവിടെ നിന്ന് ലഭിച്ചു, അതാരെ കൊടുത്തു അല്ലെങ്കിൽ തന്നു എന്നറിയാനും കോൻ